അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇപ്പോൾ പണ്ടത്തെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഇറച്ചിപ്പത്തിരി, പിന്നെ കോയട പറയുന്നത് കാണിക്കുന്നത്. തലശ്ശേരി വടകരയിലെല്ലാം ഫേമസാണ്. ഇപ്പോൾ ഒരു കപ്പ് മൈദപ്പൊടി, ഗോതമ്പൊടി എടുത്തേക്ക്, എന്ത് വേണമെങ്കിൽ എടുക്കാം. മൈദപ്പൊടിയിലും ചെയ്യാം. ഞാൻ വെറും ഗോതമ്പൊടിയായിട്ടൊക്കെ അതിൽ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ചേർത്തിട്ട് കുഴച്ചേക്കാൻ. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചാൽ മതി കേട്ടോ. ഭയങ്കര ഹാർഡായിട്ടും ഉണ്ടാകരുത്, ഭയങ്കര സോഫ്റ്റല്ല, ചപ്പാത്തിക്ക് പോലെ. അങ്ങനെ ഒന്ന് കുഴച്ചതിൻ്റെ ശേഷം ഇനി കുറച്ച് വെള്ളം വേണം. അതിൽ കുറച്ച് വെള്ളക്കുറവാണ്. ഇതുപോലെ കുഴച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് അതിന് വേണ്ടി പണ്ടുണ്ടാക്കണം. ഇറച്ചി പത്തിരി പറയുന്നത് ഇറച്ചി മസാല എല്ലാം ഇട്ടിട്ട്, ഉള്ളിയും ഇതെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കുന്ന മസാല. പിന്നെ കോയട പറയുന്ന മധുരത്തിലുണ്ടാക്കുന്ന. തലശ്ശേരിയിൽ അങ്ങനെയാണ് ചെയ്യുക. തലശ്ശേരി വടകരയിൽ മാറ്റി പറയും, തലശ്ശേരിയിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് കുറച്ച് നോൺ സ്റ്റിക്കിൽ കുറച്ച് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ ഏലക്കപ്പൊടി ഇട്ട്, പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ചിരണ്ടി വെച്ച തേങ്ങ അത് ഇട്ടിട്ട് ഒന്ന് നല്ല വഴറ്റിയിട്ട് അതിൻ്റെ ശേഷം പഞ്ചസാര 2 സ്പൂണ് അത്ര ഇടുന്നുള്ളൂ. ഇത് കുറച്ചാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടിട്ട് കുറച്ചാണ് ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഇതേ കുറേ വരുന്നുണ്ട് നമുക്ക്. 2 സ്പൂണിൽ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് നല്ല ഫ്രൈ ചെയ്ത് അത് അടുപ്പ് ഓഫ് ചെയ്തേക്ക്. അത് മെൽറ്റായിക്കോളും, ചൂടുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് മെൽറ്റാവും. അപ്പം നമ്മൾ കുഴച്ച് വെച്ച മാവ് പൊടിയെടുത്തിട്ട് ഇത് വന്ന് ഇറച്ചി മസാലയാണ്. ബീഫോ ചിക്കനോ എന്താ വേണ്ടി. ഇത് മദർത്തിൻ്റെ കേട്ടോ. ഇത് 2 സംഗതി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടത്. അപ്പോൾ ഇത് പരത്തിയതിന് ശേഷം ഒരു ഗ്ലാസ്, അതായത് ഈ പോയിൻ്റായിട്ടുണ്ടാകണം ഇവിടെ, മുറിയുന്ന പോലത്തെ അങ്ങനത്തെ ഗ്ലാസ് എടുത്തോ. എന്നിട്ട് ഇങ്ങനെ എത്ര 5, 6 എത്ര വരുന്നോ അതുപോലെ റൗണ്ടായിട്ട് ആദ്യം മുറിച്ചെടുത്ത് വെച്ചോളൂ. എന്നിട്ട് ഇതുപോലെ ഇപ്പോൾ ഇത് 4 എണ്ണം എടുക്കുന്നതാണ്. ഞാൻ കുറച്ച് വലുതാക്കി 6 എണ്ണം വരും, 6, 5 നടുക്കൊന്ന് വരും. അങ്ങനെ അത് നമ്മൾ ഇഷ്ടം എത്ര വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ ആദ്യം എല്ലാം ഇതുപോലെ മുറിച്ച് റൗണ്ട് ഷേപ്പാക്കി വെച്ചിട്ട്, പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ അതിൽ വന്നിട്ട് ഇപ്പോൾ ഇറച്ചിയാണെങ്കിൽ ഇറച്ചി, അല്ലെങ്കിൽ മധുരമാണെങ്കിൽ മധുരം, അതിൻ്റെ മസാല വന്നിട്ട് ആഡ് ചെയ്ത് വെക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യേ. എല്ലാവരുടെ അടുത്ത് ഷെയർ ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കേട്ടോ. ഇപ്പോൾ എല്ലാം മുറിച്ച് വെച്ച് ഇനി നമ്മൾ അതിൽ വന്നിട്ട് ഇത് മധുരത്തിൻ്റെതാണ് ആദ്യം ഇടുന്നതാണ്. തേങ്ങയും അണ്ടിപ്പരിപ്പെല്ലാം ഇട്ട് ചെയ്തില്ലേ, അതിട്ടിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് പാതിയായിട്ട് മടക്കിയാൽ മതി. ഇത് കോയട ഇങ്ങനെ ഇതാക്കിയിട്ട് ഒരമത്ത്, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ പിന്നെ അതിന് പല്ലെടുക്കണം. ഇപ്പം എല്ലാം വന്നിട്ട് അതിനൊരു സ്പൂണെല്ലാം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഇതാക്കിയാൽ മതി. അല്ല ഫോർക്ക് കൊണ്ട് അമത്തി കൊടുത്താൽ അതവിടെ പ്രസ്സായി. ഇത് വന്നിട്ട് പഴയ മോഡലാണ്. ഇങ്ങനെ ഈ കൈ കൊണ്ട് ഒരു അമത്ത് പ്രസ്, പിന്നെ ഒന്ന് മടക്കാം, പിന്നെ ഒരു പ്രസ് ചെയ്യാം, പിന്നെയും മടക്കാൻ. ഇതുപോലെ ഇപ്പോൾ ആരും ഇതൊന്നും അധികം നിൽക്കലില്ല. എല്ലാവരും ഈ ഫോർക്കിൽ അമത്തിയിട്ടും അല്ലെങ്കിൽ വേറെ മോൾഡിലെല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് പഴയ ഫാഷനാണ്. ഇത് അമ്മാമ്മമാരുടെ വീട്ടിലെല്ലാം ഇത് തന്നെ ഉണ്ടാവും, ചിലവരെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതുപോലെ ഇത് മധുരത്തിൻ്റെ ഇങ്ങനെ ഹാഫ് മൂണായിട്ടുണ്ടത് മധുരം. പിന്നെ മറ്റേ ഇത് വന്നിട്ട് ഇറച്ചി മസാല ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇന്നൊരു അബൂരി പോലെ നമ്മൾ എടുത്ത് വെച്ചില്ലേ, അത് ഇന്നൊന്നും കൂടി അതിൻ്റെ മുകളിലിട്ടിട്ട് ക്ലോസ് ചെയ്താൽ മതി. ഇതുപോലെ. എന്നിട്ട് അതേപോലെ ആ പല്ലെടുത്ത് വിടണം. സൈഡിലെല്ലാം ഇത് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് എടുത്ത് ചെയ്താൽ മതി. ഇനി എല്ലാത്തിനും അതുപോലെ ഒരു ബൂരിൻ്റെ മേലെ ഒന്നുണ്ട് മസാല ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇന്നൊരു ബൂരി പോലത്തത് ഒന്ന് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് അതേപോലെ തന്നെ ഇതിനും പ്രസ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്യുക, പിന്നെ മടക്കണം. അങ്ങനെ ചെയ്താൽ മതി. ഈസിയാണ്. കുറച്ച് ചിലവർക്ക് വലിയ ചുരുട്ടി ഇടും. അത് നിങ്ങൾ നിങ്ങൾ പഠിച്ചോളൂ. ഇതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പിന്നെ മടക്കണം. അങ്ങനെ ചെയ്താൽ മതി, വേഗം പണി കഴിയും. എന്നിട്ടിപ്പോൾ ഇതെല്ലാം പല്ലെടുത്തതിന് ശേഷം അതിന് പല്ലിണ പേര് പണ്ടിരുന്ന പേര് പറയുന്നത് അതിന് പല്ലെടുക്കലെന്ന് പറയൽ നമ്മളെല്ലാം.
ഇത് വേണ്ട, നല്ല നീറ്റ മുറുക്ക് പോലെ ആ ഡിസൈൻ വന്നില്ലേ, അങ്ങനെ ചെയ്ത് വെക്കാം. എന്നിട്ട് അതിൻ്റെ ശേഷം ഒരു നോൺ സ്റ്റിക്കോ അല്ല നമ്മൾ എന്താ ചീൻചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് എണ്ണ ചൂടായതിൻ്റെ ശേഷം ഇട്ട് എടുത്തേക്കുക, പൊരിച്ചെടുക്കണം. ആദ്യം മധുരം ഇട്ടേക്ക്, എന്നിട്ട് പിന്നെ അതിൻ്റെ ശേഷം എരിവുണ്ട് ഇട്ടാൽ മതി. അപ്പോൾ എന്താ ഒരു സൈഡ് പൊരിഞ്ഞതിൻ്റെ ശേഷം അതിനെ തിരിച്ചിട്ടിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് മറ്റേ സൈഡും തിരിച്ച് പൊരിച്ചെടുത്തേക്ക്. എന്താ കഴിഞ്ഞ് അത്രയല്ല, പൊരിഞ്ഞ് ഇട്ട ഉടനെ പൊരിയും. കരിക്കാൻ നിൽക്കണ്ടേ, ഒരളവുക്ക് ഇങ്ങനെ ഇതായിട്ടിരുന്നാത്ത കളറ്. ലാസ്റ്റ് കരിച്ചാൽ ചോയ മാറിപ്പോവും. അപ്പോൾ ഇതെടുത്ത് ഇനി ആ ഇറച്ചിപ്പത്തിരി ഇട്ടേക്കാം. ഇത് കോയയുടെ അത് ഇറച്ചിപ്പത്തിരി. ഇതും അതുപോലെ എല്ലാം ഒരു 4-5 എണ്ണം ഇട്ടോ. ഇതിൽ 4 എണ്ണം ഇടാം. അത് നിങ്ങളെ പാത്രത്തെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര 4 ഇടുന്ന 5 ഇടുന്ന നിങ്ങളെ ഇഷ്ടം. ഇത് വന്നിട്ട് കുറച്ച് ഇതായതുകൊണ്ട് അതിനും എടുത്ത് കോരിയെടുത്തേക്ക്. ഇതാ ഇപ്പോൾ ഇതും പൊരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ. ഇത് ഓക്കെ, താങ്ക് യു. ഈദ് മുബാറക്. കേരളത്തിൽ ഇന്ന് ഈദാണ്. ഹാപ്പി ഈദ് മുബാറക്. താങ്ക് യു, ബൈ.